ഏട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏട്ടൻ ഇവിടുത്തെ മഹാവികൃതിയായിരുന്നു. വികൃതി, അയ്യോ, ഏട്ടനെ വികൃതിയെ പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ പറയാ, ഈ മണ്ണിട്ട ഉണ്ടാവില്ല, ചേരട്ട, അതിനെ പിടിച്ച് പോക്കലിട്ട് നടക്കുക. പിന്നെ ഞാനായിരുന്നു പണ്ട് എന്താ വെറുതെ ഓടും, പുറകിൽ കല്ലെടുത്ത് വന്നെറിയും, അങ്ങനെ ചെറിയ ചെറിയ വികൃതികളൊക്കെ. പിന്നെ എൻ്റെ മെയിൻ ഗുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിൽ എന്ത് പ്രശ്നം വന്ന നമ്മൾ മുന്നിൽ നിന്ന് ഗാർഡിയനെ പോലെ നിൽക്കുന്ന ഏട്ടനായിരുന്നു. എൻ്റെയും ശാരികയുടെയും ബർത്ത്ഡേ ഒരേ മാസത്തിലാണ് വരുന്നത്. അപ്പോൾ ശാരികയുടെ ബർത്ത്ഡേ, എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടായിരുന്നു ശാരികയുടെ. അപ്പോൾ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പം എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ട് സർപ്രൈസ് ആക്കിയിട്ട് ഒരുക്കി നിൽക്കുന്ന സമയത്താണെങ്കിൽ അമ്മിനോപ്പിള് ആണ് കേക്ക് കൊണ്ടുവരാമെന്ന് ഏറ്റാള്. അപ്പോൾ ഞാനും ഈ സർപ്രൈസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നിട്ട് ശാരിക്ക് സർപ്രൈസ് കൊടുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഈ കേക്കിലാണെങ്കിൽ എൻ്റെ പേരും കൂടി അങ്ങനെ എഴുതി കൊടുത്തു. അത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി. അപ്പം എനിക്ക് മനസ്സിലായി നമ്മളെ കണ്ടില്ല എന്ന് നടിക്കണം, അങ്ങനത്തെ ഒരാളല്ല, നമ്മളെ കൂടി ചേർത്ത് പിടിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് അമ്മിനോപ്പിളുടെ എന്ന് എനിക്ക് മനസ്സിലായി. ഐന്യൂണ് പറഞ്ഞു കഴിഞ്ഞാൽ വേളിക്ക് മുമ്പ് തലേ ദിവസം നടത്തുന്ന നമ്മളുടെ ഒരു ചടങ്ങാണ്. ഗൃഹസ്ഥനാവാനുള്ള, കാരണം കുടുംബജീവിതം പൂജകൾ മാത്രമല്ലാണ്ട് കുടുംബസ്ഥനാവാനുള്ള ഒരു തയ്യാറെടുപ്പിനാണ് ഈ ചടങ്ങുകൾ മുഴുവൻ. ഈ ഉണ്ണിയെ തയ്യാറെടുക്കുന്നതിന് വിളക്ക് വെച്ച്, അഷ്ടമംഗല്യം വെച്ച്, തൊരട് വിളക്ക്, പറ നിറച്ച്, പൂക്കല വെച്ച് നമ്മൾ ആ ഉണ്ണിയെ ഇരുത്തി ആദ്യം കുളിക്കാൻ പോകുന്ന ഒരു ചടങ്ങാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത്. വാൽക്കണ്ണാടിയുടെ വാല് കൊണ്ട് ഒരു ഓടത്തിലെ എണ്ണ എടുത്ത് ആദ്യം തലയിലെ എണ്ണ തേപ്പിക്കാൻ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ അഷ്ടമംഗല്യം ഒക്കെ ആയിട്ട് വിളക്കൊക്കെ ആയിട്ട് കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞ് വന്നാൽ കുറി തൊടുക, ഭംഗിയാവുക, സുന്ദരനാവുക, കണ്ണെഴുതി കുറിയൊക്കെ തൊട്ട് പൂവൊക്കെ ചൂടാം. ദശപുഷ്പം ചൂടിയതിന് ശേഷം വേണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഊണ് കഴിക്കാൻ. എപ്പോഴായാലും പിറന്നാളിന് ഊണ് കഴിക്കുന്ന പോലെ തന്നെ വലത്തോറയും ഇടത്തോറയും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് വേണം കഴിക്കാൻ. ഈ പിറന്നാൾ സദ്യ പോലെ തന്നെ അമ്മയും ചെറിയമ്മമാരും അച്ചോളുമാരും അമ്മായിമാരും എല്ലാവരും വേണം വിളമ്പാൻ. ഈ സമയത്ത് സെയിം സമയത്ത് തന്നെയായിരിക്കും പെൺകുട്ടിയുടെ അവിടെയും ഐന്യൂണിൻ്റെ ചടങ്ങുണ്ടാവുക. എല്ലാവരും ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. മുഹൂർത്തവുമായി ബന്ധപ്പെട്ട് രണ്ട് ചടങ്ങാണ് ഉണ്ടാവുക. ഒന്ന് വധുവിന്റെ ഭാഗത്ത് താലി കെട്ടാന്ന് പറയും. മുഹൂർത്ത സമയത്താണ് താലി കെട്ടുക. കണ്ഠസൂത്രാണ് ചെയ്യുക. അത് വധുവിന്റെ അച്ഛനാണ്. മംഗല്യസ്ത്രീ ആക്കിയിട്ട് മംഗല്യക്കായി കണ്ഠസൂത്രം അണിഞ്ഞ് മംഗല്യസ്ത്രീ ആക്കിയിട്ട് വേണം വരനെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വേളിയിൽ പ്രധാന ക്രിയ. ഉദകപൂർവം ചെയ്യുന്നതോടുകൂടി വധു വരന്റെ
ഇല്ലത്തെയായി. ആ കൈ പിടിക്കൽ കഴിഞ്ഞാൽ അഗ്നി പ്രദക്ഷിണ, വധു വറുത്തു കൊണ്ടുവന്ന നെല്ല് മലര് ഹോമിക്കുക എന്നുള്ളതാണ്. എല്ലാ ക്രിയകളും ദാമ്പത്യ ജീവിതം, ദീർഘായുസ്, സന്താനം, ഇതിനൊക്കെ വേണ്ട പ്രാർത്ഥനകളും ഉൾക്കൊള്ളുന്നതാണ് ക്രിയാഭാഗം മുഴുവൻ. സർവലോകാധാര സമരൈകധീര സർവലോകാധാര സമരൈകധീര ഗർവമാനസദൂര കനകാഗധീര സർവലോകാധാര സമരൈകധീര ഗർവമാനസദൂര കനകാഗധീര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. ஆசைமுகம் குழலாட பாவை தவம் உனக்காக நாடி வரும் நிழலாக துணையாக வா. நானிலமும் திரையாட வாழ்த்தி வரும் மதியாட எருமைகள் மொழியாக மணியாக வா. ஆசை முகம் உனக்காக ஆனங்களும் எதற்காக ஓடும் पावन जस्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र അപ്പൊ അപ്പോഴനും അമ്മയോപ്പനും എല്ലാവിധ മംഗളാശംസകളും നേരുന്നു.